അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. أعوذ بالله من الشيطان الرجيم. اقترب للناس حسابهم وهم في غفلة معرضون. ബഹുമാന്യരായ അധ്യക്ഷൻ, സമാദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അന്ത്യനാളിന്റെ അടയാളങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കേണ്ടത്. നാം എല്ലാവരും അറിയുന്നത് പോലെ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ചിലർക്ക് ഒരു സമസ്യയായി ഇരുന്നിട്ടുണ്ട്. എന്താണ് ഈ ജീവിതമെന്നും എങ്ങോട്ടാണ് നമ്മുടെ സഞ്ചാരമെന്നും ജീവിതത്തിന്റെ യഥാർത്ഥ പൊരുളെന്താണ് എന്നുമുള്ള വിഷയങ്ങളിൽ സർവകാലത്തും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് അവർക്ക് വ്യക്തമായി അറിയിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിന്റെ വഴികാട്ടാൻ വന്ന പ്രവാചക പുങ്കവൻ വ്യക്തമായും അവരെ പഠിപ്പിച്ച വിധത്തിൽ അവർക്ക് തെല്ലും സംശയമില്ലാത്ത ഒരു കാര്യമാണ് എല്ലാറ്റിനും ഒരു അവസാനമുണ്ട് എന്നത്. ഒരു തുടക്കമുള്ളതുപോലെ ഒരു ഒടുക്കമുണ്ടാകും. അതിനനുസരിച്ചാണ് അവർ അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത്. നാം ഈ ഭൂമിയിൽ താൽക്കാലികമായി വസിക്കുന്നവരാണ്. ഈ ഭൂമി കേവലം ഒരു ഇടത്താവളമാണ്. ഭൂമിയും ആകാശവും ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം ശാശ്വതമല്ല, പകരം നശ്വരമാണ് എന്ന ചിന്ത ഓരോ സത്യവിശ്വാസിയെയും എല്ലാ സന്ദർഭങ്ങളിലും അലട്ടുന്നതുകൊണ്ടാണ് അവരവരുടെ ജീവിതത്തെ അതിനനുസൃതമായി ക്രമപ്പെടുത്തുന്നത്. എപ്പോഴും അവൻ ചിന്തിക്കുന്നത്, അവൻ ആലോചിക്കുന്നത്, ഈ ഭൂമിക്ക് ഒരു അവസാനമുണ്ട്. ഭൂമിക്ക് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിന് തന്നെയും അതിലെ ചരാചരങ്ങൾക്കും മനുഷ്യരാശിക്കും മൃഗവർഗത്തിനും പക്ഷിവർഗത്തിനും എന്നല്ല, എല്ലാറ്റിനും ഒരു ഒടുക്കമുണ്ട് എന്ന അതിശക്തമായ വിശ്വാസമാണ് വിശ്വാസികളുടെ ജീവിതത്തിന്റെ അന്തർധാരയായി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കിലും പ്രവൃത്തിയിലും കർമ്മത്തിലും ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും അവൻ കെട്ടിപ്പടുക്കുമ്പോൾ പോലും ഈ ഒരു വിശ്വാസത്തോടു കൂടിയാണ് അവൻ ജീവിതത്തെ സമീപിക്കുന്നത്. ഇതിന്റെ ഫലം, യഥാർത്ഥമായ ജീവിതത്തിന്റെ അർത്ഥം അവൻ അറിയുന്നു. ഇവിടെ താൻ ആരാണെന്നവൻ മനസ്സിലാക്കുന്നു. താൻ വെറും ഒരു വഴിപോക്കനാണെന്നവൻ തിരിച്ചറിയുന്നു. എല്ലാം ഒടുങ്ങാനുള്ളതാണെന്നവൻ മനസ്സിലാക്കുന്നു. വ്യക്തമായ ഖുർആനിന്റെയും പരിശുദ്ധ ഖുർആനിന്റെയും വിശുദ്ധമായ ഹദീസുകളുടെയും പിൻബലത്തിൽ എങ്ങോട്ടാണ് തന്റെ യാത്ര എന്ന് പൂർണ്ണമായ ബോധ്യമുള്ളതുകൊണ്ട് അവൻ ആ രൂപത്തിലുള്ള ഒരു ജീവിതക്രമമാണ് പാലിക്കുന്നത്. ഈ വിശ്വാസമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം താനും താനടങ്ങുന്ന പ്രപഞ്ചവും അവസാനിക്കുന്നതല്ല, ഇതെന്നെന്നും മനുഷ്യന്റെ സ്ഥിരതാവളമാണ് എന്ന് മനസ്സിലാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത വീക്ഷണത്തിൽ വളരെ ശക്തമായ വ്യത്യാസമുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പക്ഷേ വിശ്വാസികൾ, മതവിശ്വാസികൾ പ്രത്യേകിച്ച് ഈ ദുനിയാവിന്, ഈ പ്രപഞ്ചത്തിന് ഒരു കൊടുനാളുണ്ട് എന്ന് വളരെ വ്യക്തമായും വിശ്വസിക്കുന്നവരാണ്.
മറ്റു മതവിശ്വാസികൾക്ക് ഈ വിശ്വാസത്തിൽ തെറ്റായ ചിന്താധാരകൾ ഉണ്ടെങ്കിൽ പോലും ഒരു വിശ്വാസം മതവിശ്വാസികളെ പ്രത്യേകിച്ച് നയിക്കുന്നത് ഈ പ്രപഞ്ചത്തിന് ഒരു ഒടുക്കമുണ്ട്. മാനവരാശി ഇവിടുന്ന് അവസാനിച്ചു പോകും. ഈ ഭൂമി താൽക്കാലികമായ ഒരു പരീക്ഷണമാണ്, ഈ ജീവിതം താൽക്കാലികമായ ഒരു പ്രതിഭാസമാണ് എന്ന് അവര് ഏതോ രൂപത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വിശ്വസിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ ഭാഷയിൽ വ്യക്തമായ രീതിയിൽ പരിശുദ്ധ ഖുർആനും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മാനവരാശിയെ അടിക്കടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാ ചെവിയോർക്കുക അന്തിമ കാഹളം. അന്തിമമായി മനുഷ്യനൊരു കാഹളത്തിൽ ഊതുന്നത് കേൾക്കുമ്പോൾ എല്ലാം നശിക്കുമെന്നും തന്റെ സ്രഷ്ടാവിലേക്ക് രക്ഷിതാവിലേക്ക് യാത്രയാകുമെന്നുമുള്ള അതിശക്തമായ ബോധമാണ് വിശ്വാസികളുടെ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ നാം ആദ്യം ഓതിവെച്ച ആയത്ത് സൂറത്തുൽ അംബിയായിലെ തുടക്കത്തിലേതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം യഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ജനങ്ങൾക്ക് അവരുടെ കണക്കെടുപ്പ് അടുത്തിരിക്കുന്നു. അവരുടെ ജീവിത പരീക്ഷണം അവസാനിക്കാൻ പോവുകയാണ്. അവസാനിച്ചു കഴിഞ്ഞാൽ നന്മകളും തിന്മകളുമുള്ള കണക്കെടുപ്പിൽ വിജയിയെയും പരാജയപ്പെട്ടവനെയും നിശ്ചയിക്കുവാനുള്ള സമയമെടുത്തിരിക്കുന്നു. പക്ഷേ വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, മാനവരാശി കടുത്ത രൂപത്തിൽ അജ്ഞതയിലാണ്. ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കാതെ അവർ കടന്നു പോവുകയാണ്. അവരെ അന്ധത ബാധിച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ എന്നാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് പൂജാതനായത് തന്നെ അന്ത്യനാൾ അടുത്തിരിക്കുന്നു എന്നതിന്റെ ശക്തമായ ലക്ഷണമാണ്. 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചക സരണിയിൽ അവസാനത്തെ കണ്ണിയായി വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവ് തീർച്ചയായും അന്തിമഘട്ടത്തിലാണ് മാനവരാശി ഉള്ളത് എന്നതിന് തെളിവാണ്. വ്യക്തമായ ഭാഷയിൽ പ്രവാചകൻ പഠിപ്പിച്ചു, അടുപ്പിച്ചു പിടിച്ച് പ്രവാചകൻ പറഞ്ഞു, ഇതാ എന്റെ വരവിന്റെ ഈ സന്ദർഭം. ഞാൻ നിയോഗിതനായത് അവിടെ നിന്ന് ഇനി അന്ത്യനാളിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത് ഈ 2 വിരലുകൾക്കിടയിലുള്ള ദൂരം മാത്രമേ ഉള്ളൂ എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരാശിയോട് അതിശക്തമായ ഭാഷയിൽ ഒരു ഉദാഹരണം പറഞ്ഞു. ഇതാ ജീവിതത്തിൽ നിഗളിക്കുന്നവർ, ആറാടുന്നവർ, മരണത്തെയും പരലോകത്തെയും ഭയക്കുന്നവർ, അന്ത്യനാളിനെ മറക്കുന്നവർ, അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിതത്തിൽ അതിരുവിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നവരോട് മനോഹരമായ ഭാഷയിൽ പ്രവാചകൻ പറയുകയുണ്ടായി. ഒരു ഉദാഹരണം, കുടിക്കുന്നവന്റെ ഒരു പാത്രം അവര് തന്നെ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ ഞാനായിട്ട് അതിൽ അവസാനത്തെ തുള്ളികൾ മാത്രമേ വെബ്സൈറ്റ് നീ നോക്കി നോക്ക്, അത് റീചാർജ് ചെയ്തൊന്ന് നോക്കുക. ഒരുപാട് പേര് കുടിക്കുകയും കാണാം. നോക്കുകയാണെങ്കിൽ കാണുന്നത് നമ്മുടേതായിരിക്കും. പള്ളി എന്നുള്ള അടിച്ചു കഴിഞ്ഞാൽ എന്റെ വെബ്സൈറ്റിലാണ് ഇപ്പൊ കിടക്കുന്നത്. പള്ളിപ്പെന്റിന്റെ കിടക്കണേ ഒരുപാട് പള്ളി എന്ന് അടിച്ചു കഴിഞ്ഞാല് എന്റേതായിരിക്കും അതിൽ കാണിക്കുക. മാത്രമേ അവന് കുടിക്കുവാനുള്ളൂ എന്ന അവസ്ഥയിലാണ് മാനവരാശിയുടെ ജീവിതത്തിന്റെ ഘട്ടം എത്തി നിൽക്കുന്നത് എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഓർക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞതിന് ശേഷം 1400-ലധികം വർഷങ്ങൾ കടന്നുപോയി എന്നത് തന്നെ ഈ പ്രപഞ്ചം നശിക്കുവാൻ അടുത്തിരിക്കുന്നു എന്നതിന്റെ ശക്തമായ തെളിവാണ്. ഒരുപക്ഷേ വിശ്വാസികളും
നിർമ്മതവാദികളും ഇവിടെയുള്ള ആൾക്കാരല്ലേ. ലോകത്തിന്റെ ദൈവ ആസ്തിക്യം നിഷേധിക്കുന്ന ഒരു പിടി ശാസ്ത്ര ലോകവും അല്ലേ അപ്പുറത്ത് ഇന്ന് തുറന്ന് സമ്മതിക്കുവാൻ നിർബന്ധിതമായ ചില സംഗതികളുണ്ട്. അവരുടെ കണക്ക് കൂട്ടലുകൾ ശരിയാണെങ്കിൽ ഈ പ്രപഞ്ചം ഒരു മഹാസ്ഫോടനത്തിന്റെ വക്കിലാണ്. ലോകത്തെ മാനവരാശി സ്വയം കണ്ടെത്തിയ, സ്വയം വരുത്തിവെച്ച വിനകളുടെ കാരണമായി ഈ പ്രപഞ്ചത്തിന്റെ ഒടുനാൾ അടുത്തിരിക്കുന്നു എന്ന് ഒരുപക്ഷെ വ്യംഗ്യമായെങ്കിലും ശാസ്ത്രലോകം വരെ സമ്മതിക്കുന്നിടത്തേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു വലിയ കാര്യമായി അവതരിപ്പിക്കേണ്ടതില്ല, പറയേണ്ടതില്ല. മൊത്തത്തിൽ വിശ്വാസികളായവരും വിശ്വാസികളല്ലാത്തവരും ജനതയോട്, ലോകത്തോട് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാ, സൂര്യൻ മരിക്കുകയാണ്, ചന്ദ്രൻ ഒടുങ്ങുകയാണ്, ഭൂമി അവസാനിക്കുകയാണ്, ലോകം അവസാനിക്കാൻ പോവുകയാണ് എന്ന ശക്തമായ താക്കീതാണ് പല പേരിലാണെങ്കിലും പല രൂപത്തിലാണെങ്കിലും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു അന്ത്യനാൾ വരുമെന്ന വിഷയത്തിലുള്ള ബുദ്ധിപരമായ തെളിവുകളല്ല, പകരം അന്ത്യനാളിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിൽ പരിശോധിക്കുകയാണ് നാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇതിനു മുമ്പും ജനങ്ങൾ പലതും കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ വളരെ ക്രമപൂർവം, വളരെ ക്രമത്തിൽ ഇന്ന് പുലർന്നു കഴിഞ്ഞിട്ടുള്ള അടയാളങ്ങളും ഇനി പുലരാനിരിക്കുന്ന അവസാനത്തെ അടയാളങ്ങളും ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നത് ജീവിതത്തിൽ നെട്ടോട്ടമോടുന്ന, അതിരറിയാതെ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാശിക്ക്, പ്രത്യേകിച്ചും ഒരു ഉത്തമ സമുദായം എന്ന നിലക്ക് ദൗത്യം മറന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന സമുദായത്തിന് തന്റെ നാഥൻ, തങ്ങളുടെ പ്രവാചകൻ ഏതൊരു വിഷയത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്, പരിശുദ്ധ ഖുർആൻ കൊടുനാളിനെ കുറിച്ച് എന്താണ് പറയുന്നത്, പ്രവാചകൻ അതിനെക്കുറിച്ച് പറഞ്ഞ തെളിവുകളെന്ത്, അടയാളങ്ങളെന്ത്, ഖിയാമത്ത് നാളിന്റെ അലാമത്തുകൾ എന്നൊക്കെ നമ്മൾ പറയുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ്? ഈ അടയാളങ്ങൾ അതിലെന്തൊക്കെ